ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പരിശുദ്ധി അമ്മ മാതാവിൻ്റെ മക്കളെ, പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 15-ാം ദിവസത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 15-ാം ദിവസം നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൻ്റെ പേരാണ് ഇരുളിൻ്റെ 3 ദിനങ്ങൾ. ഇരുളിൻ്റെ 3 ദിനങ്ങൾ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബൈബിളിൽ ഇതെവിടെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക? പുറപ്പാടിന്റെ പുസ്തകം 10-ാം അധ്യായം 21-ാമത്തെ വചനം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും, ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കൾ, അവരെ രക്ഷിക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ അവരെ വിട്ടുകൊടുക്കാതെ വരുമ്പോൾ ദൈവം മുന്നറിയിപ്പായിട്ടും ഒപ്പം ശിക്ഷയുടെ പ്രകടനമായിട്ടും കാണിച്ചു കൊടുക്കുന്ന കാര്യമാണ് 3 ദിവസം ദേശത്ത് മുഴുവനും ഇരുളുമ. ആ ദേശം മുഴുവനും അന്ധകാരപ്പെട്ട അവസ്ഥ. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമുക്കിത് കാണാൻ പറ്റുന്നത് യോനാ പ്രവാചകന്റെ ജീവിതത്തിലാണ്. യോനാ പ്രവാചകനെ ഇതാ തിമംഗലം വിഴുങ്ങുന്നു, 3 ദിവസം ഇരുളിൽ കഴിയുന്ന അവസ്ഥ. പിന്നീട് ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന മറ്റൊരു ദിവസം, മറ്റൊരു കാഴ്ചയുണ്ട്. അത് കാൽവരിയിലാണ്. കാൽവരിയിൽ ഈശോ മരിക്കുന്ന സമയത്ത് 3 മണിക്കൂർ അന്ധകാരമാണ്. പിന്നീട് നമ്മൾ കാണുന്ന ഈശോയെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് 3-ാം ദിവസം ഉയർക്കുന്ന സമയം വരെ, പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ നിഴൽ ഭൂമുഖത്ത് മുഴുവനും വ്യാപിച്ചിരിക്കുന്ന, എന്ന് വെച്ചാൽ അന്ധകാര ശക്തി അധികാരമേറ്റെടുത്ത ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ എന്തിനാണ് ഇരുളിന്റെ 3 ദിനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതെന്ന് ചോദിച്ചാൽ, യുഗാന്ത്യ സമയത്ത്, അന്ത്യകാല സമയത്ത് കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 3 ദിവസം ഭൂമുഖം മുഴുവനും അന്ധകാരമായി തീരും എന്നുള്ള കാഴ്ച. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് 3 രീതിയിലാണ്. ഒന്ന്, ഇങ്ങനെ വരുമ്പോൾ ഇത് ഒരടയാളമായിട്ട് കാണണം. രണ്ടാമത്, ഇത് മനസ്സിലാക്കേണ്ടേ, ഈ മാനവരാശിയും പ്രത്യേകിച്ച് സകല ക്രൈസ്തവ മക്കളും സഭയും നേരിടാൻ പോകുന്ന കഠിനമായിട്ടുള്ള പ്രലോഭനമാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്ധകാര ശക്തികളുടെ വിജയ ആഘോഷമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അക്കാലത്ത് പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരില്ല. ഈ ഒരവസ്ഥ ലോകത്ത് മുഴുവനും സംജാതമാകും. പ്രിയപ്പെട്ടവരെ, ഇത് വാചികമായിട്ട് മനസ്സിലാക്കാനല്ല, അല്ലെങ്കിൽ ഭൗതികമായിട്ട് ഇരുളുമ ഭൂമുഖത്ത് മുഴുവനും വ്യാപരിക്കും, ഇതല്ല അച്ഛൻ ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. ഇതിനൊരു ആത്മീയ തലമുണ്ട്. ആത്മീയ തലം എന്താണെന്ന് ചോദിച്ചാൽ, സഭയിൽ സാത്താൻ കടന്നു വന്ന് നടത്താൻ പോകുന്ന പ്രലോഭനങ്ങളും നാശത്തെക്കുറിച്ചാണ് 3 ദിവസത്തിന്റെ ഇരുളിമ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു അവസ്ഥ വന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോഴാ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്നും വിശ്വാസം നഷ്ടപ്പെടുത്തിയപ്പോൾ, പ്രത്യാശ എടുത്തു മാറ്റിയപ്പോൾ, ഒപ്പം അവരുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം എടുത്തു കളഞ്ഞപ്പോൾ, അവരുടെ ജീവിതത്തിൽ മുഴുവനും വ്യാപരിച്ച ഒരവസ്ഥയാണ് അന്ധകാര അവസ്ഥ. വീണ്ടും നമ്മൾ മനസ്സിലാക്കണം, ഈ അന്ധകാര അവസ്ഥ പിന്നീട് വന്ന കാൽവരിയിലാണ്. ഈശോ മരിക്കുന്ന സമയത്ത് കാൽവരിയിൽ ഈ അന്ധകാരത്തിന്റെ ഒരു ശക്തി വ്യാപരിക്കപ്പെട്ടു. എപ്പോഴാ? സ്നേഹം വെല്ലുവിളിക്കപ്പെട്ട സമയമാത്, പ്രത്യാശ വെല്ലുവിളിക്കപ്പെട്ട സമയമാ, വിശ്വാസം വെല്ലുവിളിക്കപ്പെട്ട സമയത്ത് കാൽവരിയിൽ ഉണ്ടായ കാഴ്ചയും ഈ അന്ധകാര ശക്തി അവിടെ കയറി ഭരിക്കുന്നതാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛൻ ഇന്ന് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വ്യാഖ്യാനം തരാൻ ഉദ്ദേശിക്കുന്ന ഇപ്രകാരമാണ്. അവസാന കാലഘട്ടത്തിൽ ലോകത്തിലെ സകല മക്കളിൽ നിന്നും സാത്താൻ എടുത്തു മാറ്റാൻ നോക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസം എടുത്തു മാറ്റുക. 2, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും പ്രത്യാശ എടുത്തു മാറ്റുക. 3, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും സ്നേഹം എടുത്തു മാറ്റുക. ഇതിനായിട്ട് സാത്താൻ ആദ്യം ചെയ്യുന്ന കാര്യം സഭയെ നശിപ്പിക്കുക, സഭയെ തകർക്കുക. എന്തിനാണ് സഭയെ തകർക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സഭയിലൂടെയാണ് മനുഷ്യ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വിത്ത് വിതയ്ക്കപ്പെട്ട്
അപ്പൊ സഭയെ ഒരു വ്യക്തി തകർക്കുമ്പോൾ, സഭയിലുള്ള വിശ്വാസം ഒരു വ്യക്തിയുടെ തകരുമ്പോൾ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും വിശ്വാസം പോകും. സഭയിലുള്ള പ്രത്യാശ ഒരു വ്യക്തിയിൽ നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ആ പ്രത്യാശ നഷ്ടപ്പെടും. സഭ ഒരു സ്നേഹമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ആ സ്നേഹവും നഷ്ടപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോണം, അവസാന കാലഘട്ടത്തിൽ സാത്താൻ കടന്നു വന്ന് ചെയ്യാൻ പോകുന്ന 3 കാര്യം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹവും പ്രത്യാശയും വിശ്വാസവും എടുത്തു മാറ്റുക. അതിനവൻ ചെയ്യാൻ പോകുന്ന കാര്യം സഭയോടുള്ള സ്നേഹം, സഭയിലുള്ള പ്രത്യാശ, സഭയിലുള്ള വിശ്വാസം എടുത്തു കളയുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തൊക്കെ സഭയിലുണ്ടായാലും സഭയെ വിട്ടേക്കരുത്. കാരണം മിശിഹായുടെ ഭൗതിക ശരീരമാ, പലതും കൊണ്ടാകും. വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ഒരു സഭയാണ്, സ്നേഹയോഗ്യമാകാത്ത ഒരു സഭയാണ്, പ്രത്യാശിക്കാൻ ഒരു വകുപ്പുമില്ലാത്ത കാര്യമാണ്. പല കാര്യവും സഭയ്ക്കകത്തും പുറത്തും ഉണ്ടാകും. പലതും സാത്താൻ കെണിയൊരുക്കും. പക്ഷേ നമുക്ക് വിമർശിക്കാൻ പോയേക്കരുത്, അത് ഉപേക്ഷിക്കാൻ പോയേക്കരുത്, അതിനെ തകർക്കാനായിട്ട് പോയേക്കരുത്, അതിനെതിരായിട്ട് സംസാരിക്കാനും ജീവിക്കാനും നോക്കിയേക്കരുത്. കാരണം ഇത് അന്ത്യകാലഘട്ടത്തിൽ സാത്താൻ വെക്കുന്ന ഒരു കെണിയാ. ഇത് മുന്നറിയിപ്പായിട്ട് ഓരോ മക്കളും ഇന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിൽ ആദ്യത്തെ കാര്യം നമുക്ക് പരിശോധിക്കാം. പ്രിയപ്പെട്ടവരെ, സഭയിലുള്ള എന്ന് വെച്ചാൽ ഇരുളിന്റെ 1-ാം തലം എന്ന് പറയണേ വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളതാ. നമ്മൾ കാണുന്ന ആദ്യ മാതാപിതാക്കളിൽ സാത്താൻ കടന്നു വന്നിട്ട് സാത്താൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. വൃക്ഷത്തിന്റെ ഫലത്തെക്കുറിച്ച് ദൈവം പറഞ്ഞത് നുണയാ. ആദ്യ മാതാപിതാക്കളോട് സാത്താൻ വന്ന് പറയുന്നത്, ഈ വൃക്ഷത്തിന്റെ ഫലത്തെക്കുറിച്ച് ദൈവം നിങ്ങളോട് വന്ന് പറഞ്ഞത് നുണയാ. നുണ പറഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കണോ? വീണ്ടും അവൻ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്, നുണ പറയുന്നവനെ വിശ്വസിക്കാൻ കൊള്ളില്ല, രഹസ്യം നിങ്ങളിൽ നിന്ന് അവൻ മറച്ചു വെച്ചിരിക്കുക. അതിനുശേഷം അവൻ പറയുവാണ്, സത്യം പറയുന്നത് ഞാനാ. വീണ്ടും അവൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, യഥാർത്ഥ ജ്ഞാനം തരുന്നതും ഞാനാ. വീണ്ടും അവൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, പ്രിയപ്പെട്ടവരെ, താൻ പറയുന്നതാണ് യഥാർത്ഥ സത്യം, തന്നെയാണ് വിശ്വസിക്കാൻ കൊള്ളൂ എന്ന് അവൻ സ്ഥാപിച്ചു. കേട്ടെ, 3 കാര്യമാണ് അവൻ ചെയ്തേ. ഒന്ന്, ദൈവം നുണയനാണ്, നുണയനെ രക്ഷിക്കാൻ പറ്റില്ല, അവൻ നിങ്ങളെ സത്യം മറച്ചു വെച്ചിരിക്കുക. എന്നിട്ട് പറയുന്നു, സാത്താൻ തന്നെ പറയുവാണ്, അവൻ ജ്ഞാനിയാണ്, അവൻ സത്യമാണ്, അവനെയാണ് വിശ്വസിക്കാൻ യോഗ്യൻ. ആദ്യ മാതാപിതാക്കൾ എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, ഇവൻ പറഞ്ഞ കാര്യം കേട്ട് ദൈവ കൽപ്പനയിൽ അവർക്ക് സംശയം വരാൻ തുടങ്ങി. അവരുടെ ഹൃദയത്തിൽ നിന്നും സാത്താൻ പതുക്കെ ഈ വിശ്വാസം അടർത്തി മാറ്റി. അവരറിയാതെ അവന്റെ വാക്കിൽ വിശ്വസിച്ചു. അതിന്റെ ഫലമായിട്ട് അവർക്ക് വീഴ്ച പറ്റി. അന്ത്യകാലഘട്ടത്തിൽ വരാൻ പോകുന്ന ഒരു കാര്യം ഇത് തന്നെയാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായിട്ടുള്ള പ്രലോഭനം കടത്തി വിട്ടിട്ട് വിശ്വാസത്തിന്റെ മേഖലയിൽ പരീക്ഷണം വരും. അതിനായിട്ട് സാത്താൻ ആദ്യം വെക്കുന്ന കാര്യം സഭയിലുള്ള വിശ്വാസം. നമുക്ക് സഭയിലുള്ള വിശ്വാസം ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ, തകർക്കാൻ പറ്റുമോ അത് ചെയ്യും. അതുകൊണ്ടല്ലേ വചനം പഠിപ്പിക്കുന്ന ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വചനം പഠിപ്പിക്കുന്ന കാര്യമുണ്ട്, ഞാൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താൻ പറ്റുമോ? ഇതിന് കാരണം എന്താ? പ്രിയപ്പെട്ടവർ, ഈ കാര്യം സംഭവിക്കുക. അതുകൊണ്ട് അവൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം സഭയിലുള്ള ദൈവമക്കളുടെ വിശ്വാസം ചിതറിക്കുക, തകർക്കുക, എടുത്തു മാറ്റുക. അതിൽ നടക്കുന്ന 1-ാമത്തെ കാര്യം വിശ്വാസത്യാഗമുണ്ടാകുക. വിശ്വാസത്യാഗത്തിൽ 1-ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സഭയിൽ അതിശക്തമായിട്ടുള്ള പീഡനങ്ങൾ കടന്നു വരും. നമ്മൾ ഇന്നലത്തെ ദിവസം അതിനെക്കുറിച്ച് ഒരല്പം ആഴ്ത്തി കണ്ടതാ. അതുകൊണ്ട് അച്ഛൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. സഭയിൽ ഇന്ന് വരെ ആദിമ സഭയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള പീഡനം കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അനേകരെ വിശ്വാസം ഉപേക്ഷിച്ചിട്ട് പോകും. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ മുന്നിലിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കൊല്ലുന്നത് കാണുമ്പോൾ, നിങ്ങളുടെ മക്കളെ മോശപ്പെട്ട രീതിയിലേക്ക് ഉപയോഗിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എത്ര പേര്? മാരകമായിട്ടുള്ള കൊലപാതകങ്ങളും മാരകമായിട്ടുള്ള പീഡകളും പ്രിയപ്പെട്ടവരെ സഭയിൽ വിശ്വസിക്കുന്നതിന്റെ ഫലമായിട്ട് കടന്നു വരുമ്പോൾ പല മക്കളുടെയും വിശ്വാസം തകരുകയും ആ വിശ്വാസം വ്യതിചലിച്ചു പോവുകയും ചെയ്യും. ഇതാണ് വിശ്വാസത്യാഗം സഭയിൽ ഉണ്ടാകുന്ന 1-ാമത്തെ കാര്യം. 2-ാമത്
വിശ്വാസത്യാഗം ഉണ്ടാകുന്ന രീതി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അബദ്ധ പ്രബോധനങ്ങൾ കടന്നു വരികയും അതിൽ വ്യാജ പ്രവാചകന്മാർ അതിനെ ചൂഷണം ചെയ്യാനും തുടങ്ങും. എന്ന് വെച്ചാൽ ആ പ്രബോധനങ്ങളെടുത്ത് ദൈവമക്കളെ നശിപ്പിക്കാൻ തുടങ്ങും. രണ്ടാമത്തെ വിശ്വാസത്യാഗത, അബദ്ധ പ്രബോധനങ്ങളും വ്യാജ പ്രവാചകന്മാരും വരും. അവർ വരുന്നത് എങ്ങനെയാ? നന്മയുടെ രൂപം ധരിച്ചുകൊണ്ടും സമാധാനം സ്ഥാപിക്കുന്നവരായും, പിന്നെ മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, മാനവികതയെ ഉയർത്തി കാണിക്കുന്നതായിട്ടും അവർ കടന്നു വരും. അവരുടെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അനേകം മക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ശരിയല്ലേ? നോക്കിക്കോ പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അവരും ഇവരും വന്ന് അതാണ് സത്യം, ഇതാണ് സത്യം. നമ്മളത് നോക്കിയേക്കരുത്. സഭയ്ക്കകത്ത് പലരും വരും, ഇതാണ് യഥാർത്ഥ പ്രബോധനം, ഇതാണ് യഥാർത്ഥ ക്രിസ്തു, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമുക്ക് വ്യക്തമായിട്ടും പരിശുദ്ധ ബൈബിൾ പറഞ്ഞു തന്നിട്ടുണ്ട്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. മക്കളെ, ഇതിൽ നിന്നും വിട്ട് നമ്മൾ ജീവിക്കാൻ പോയേക്കരുത്. അപ്രകാരം ഉണ്ടാകുമ്പോൾ നടക്കുന്ന കാര്യം എന്താ? പലരും സഭയെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, സഭയുടെ വിശ്വാസ വിഷയങ്ങൾ എതിർക്കാനും സംശയിക്കാനും തുടങ്ങുന്നു, കുദാശയെ പലരും നിന്ദിക്കാനായിട്ട് തുടങ്ങുന്നു. അതിന്റെ ഫലമായിട്ട് പലരുടെയും മനസ്സിലുള്ള ചിന്ത, ക്രിസ്തു മതി, എന്തിനാ സഭ, അതുകൊണ്ട് സഭ വേണ്ട. ഒരു പെന്തക്കൊസ്ത ചായ്വിലേക്ക് പലരും പോകുന്നു, ആ ചിന്താഗതികളിലേക്ക് പലരും പോകുന്നു. അതോടൊപ്പം തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക ആത്മീയത അതിന്റെ തനിമയോടെ പ്രഘോഷിക്കുന്നവർ ഇല്ലാതായിത്തീരുന്നു. അതുപോലെ തന്നെ സഭയുടെ ജീർണത എടുത്തു കാട്ടിയിട്ട്, സഭയുടെ മോശപ്പെട്ട കാര്യങ്ങൾ എടുത്തു കാട്ടിയിട്ട് അനേകരുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കുന്നു, സഭയെ ഉപേക്ഷിപ്പിക്കാനുള്ള തീരുമാനമെടുപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഫലമായിട്ട് അനേകർ സഭയെ എതിർക്കാനും വെറുക്കുവാനും വലിയ നിസ്സംഗതയോടുകൂടി ജീവിക്കാനും പെരുമാറാനും തുടങ്ങും. ഇതാണ് രണ്ടാമത്തെ വിശ്വാസത്യാഗം. ഇത് അവസാന കാലഘട്ടത്തിലുണ്ടെന്നേ, ഇന്നും ഇല്ലേ? നമ്മൾ ചിന്തിച്ചാൽ മതി. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് മൂന്നാമത് വിശ്വാസത്യാഗം എന്താ? അധർമ്മം വർദ്ധിക്കും, ധർമ്മത്തിനും സത്യത്തിനും വിലയില്ലാതാകും. അതിന്റെ ഫലമായിട്ട് പരിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, ചെയ്യാൻ പാടില്ല എന്ന് കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്ന പല കാര്യങ്ങളും രാജ്യത്തും ജനതകളുടെ ഇടയിൽ പ്രബലപ്പെടാനും തുടങ്ങും, അംഗീകരിക്കാനും തുടങ്ങും. അതിനെതിരായിട്ട് സഭയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ സഭ തളർന്നിരിക്കും. ഇല്ലേ മക്കളെ? സ്വവർഗഭോഗ വിഭാഗം, ലിവിങ് ടുഗദർ, നമ്മൾ ചിന്തിച്ചാൽ മതി. അതോടൊപ്പം തന്നെ അവസാന കാലഘട്ടത്തിൽ വരുന്ന വിശ്വാസത്യാഗത്തിൽ വരുന്നതാണ്, സഭയുടെ അധികാരികളിൽ ജ്ഞാനവും ഭക്തിയും ഇല്ലാത്തവരായിരിക്കും അധികാരികളായിട്ടിരിക്കുക. ഇവരെ സംബന്ധിച്ച് ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ പരിഹരിക്കണമെന്നറിയാതെ അവർ വിഷമിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും വഞ്ചിതരായി തീർന്നേക്കരുത്. വചനപ്രകാരമാണ് പഠിപ്പിക്കുക. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു, ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകും, നാശത്തിന്റെ സന്താനമായ അരാജകത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അവർ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, അവസാന കാലഘട്ടത്തിൽ മക്കളെ വിശ്വാസത്യാഗം അത് സഭയ്ക്കെതിരായിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എന്തൊക്കെ സഭയിൽ വന്നോട്ടെ, ഒത്തിരി മോശപ്പെട്ട കാര്യം കേൾക്കുമായിരിക്കും, ജീർണത സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന കാണുമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, സഭയിലെ എന്നാ പറയുന്നത്, സഭയുടെ നേതൃത്വത്തില് അധാർമികത വന്നേക്കാം, സഭയിലെ നേതൃത്വത്തിലുള്ളവർക്ക് വീഴ്ചകൾ സംഭവിച്ചേക്കാം. ഇങ്ങനെ പല കാര്യവും നമ്മൾ കേൾക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളോട് കർത്താവ് പറയുന്ന കാര്യം, ഇപ്രകാരം പ്രതികരിക്കാൻ പോകണ്ട, എതിർക്കാൻ പോകണ്ട, സംശയിക്കാൻ പോകണ്ട, ക്രിസ്തു മതി, സഭ വേണ്ട എന്ന് വെച്ച് പോകാൻ പോകണ്ട. അതുപോലെ തന്നെ അധാർമികതയുടേതായിട്ടുള്ള ചില വചന പ്രഘോഷണങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിൽ വിശ്വസിക്കാനായിട്ട് പോയേക്കരുത്, നിങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് പോയേക്കരുത്. നിങ്ങൾ കർത്താവിൻ്റെ സഭയാണ്, ഈ സഭ ഇത് പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നാൽ മാത്രമാണ് വലിയൊരു ശുദ്ധീകരണം ഉണ്ടാകൂ എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം അനുവദിച്ചതാണെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ സഭയിൽ വിശ്വസിച്ചേക്കണം, എതിർത്തേക്കരുത്, സംശയിച്ചേക്കരുത്, ഇട്ടിട്ട് പോയേക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ഇരുളിമയാ. അതാണ് പ്രിയപ്പെട്ടവരെ പ്രത്യാശ നഷ്ടമാകുന്നത്. നമുക്ക് ആദ്യ മാതാപിതാക്കളിലേക്ക് തന്നെ പോകാം. ആദ്യ മാതാപിതാക്കളോട് സാത്താൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം അസൂയാവാലുവ.
പറഞ്ഞാണ് ദൈവം അസൂയാവാലുവായ ദൈവത്തിന് എങ്ങനെയാ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുക? ഈ അസൂയാവാലു ആയതുകൊണ്ടാണ് ദൈവത്തിനറിയാം നിങ്ങൾ ആ കനി ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ ആകും. അതുകൊണ്ടാണ് അവൻ അത് പറിക്കാൻ അനുവദിക്കാത്തത്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ചില ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നിലാണ് പ്രത്യാശ വെക്കണ്ടേ, ഞാൻ പറയുന്ന കാര്യത്തിലാണ് പ്രത്യാശ വെക്കണ്ടേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കനി നിങ്ങൾ ഭക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, അറിയാതെ അവർ സാത്താന്റെ വാക്കിൽ പ്രത്യാശ വെച്ചു. അതിനോന്റെ ഫലമായിട്ട് അവർ വീണുപോയി. നിങ്ങൾ ഇത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ നിത്യതയിലേക്കുള്ള യാത്രയില് കൂടെ നിൽക്കുന്ന കാര്യമാണ് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രത്യാശ. ഈ പ്രത്യാശ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാ. ഒരു വ്യക്തിയുടെ വിശ്വാസം ക്ഷയിച്ചാൽ പ്രത്യാശയും പോകും. ഒരു വ്യക്തിയുടെ വിശ്വാസം ഇളക്കം തട്ടിയാൽ പ്രത്യാശയിലും ഇളക്കം തട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഈ പ്രത്യാശയും വിശ്വാസവും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അവസാന കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ ഇളക്കം വരുമ്പോൾ അനേകരുടെ പ്രത്യാശയും നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഇളകാതിരിക്കാനും നഷ്ടപ്പെടാതിരിക്കാനും അവസാന കാലഘട്ടത്തിൽ ഓരോ ക്രൈസ്തവ മക്കളും പരിശ്രമിക്കണം. അതിന് നമ്മൾ ചേർത്ത് പിടിക്കുന്നത് പരിശുദ്ധ അമ്മയാ. നിങ്ങൾ തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടത്തിൽ സാത്താൻ വെക്കുന്ന കാര്യം എന്നറിയോ? അതികഠിനമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ കടന്നു വരും. അതിന്റെ ഫലമായിട്ട് ദൈവം നന്മയല്ല, ദൈവം സ്നേഹമുള്ള ആളല്ല, ദൈവം കരുണയുള്ള ആളല്ല എന്ന് അവൻ സ്ഥാപിക്കാനായിട്ട് അതികഠിനമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഭൂമിയിൽ ഉടലെടുക്കും. രണ്ടാമത് അവൻ കൊണ്ടുവരുന്ന കാര്യം, സ്വർഗം എന്ന് പറയുന്ന കാര്യമില്ല. ഈ ഭൂമിയിലെ ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം നന്നായിട്ട് ജീവിച്ച് അടിച്ചു പൊളിച്ചാൽ മതി. മൂന്നാമത് പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിയിൽ കടന്നു വരുന്ന ഒരു കാര്യമാണ്, ധാർമ്മികതയ്ക്ക് താല്പര്യമില്ല, മൂല്യമില്ലാതായി തീരും. സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ചെയ്യാൻ തുടങ്ങും. അതിലൂടെ എന്ത് കിട്ടുന്നു? അവന്റെ രാജ്യത്തിലേക്ക് ഒരു ആത്മാവിനെ കൊണ്ടുപോകാൻ പറ്റുന്നു. ഇത് അവസാന കാലഘട്ടത്തിൽ വരും മക്കളെ. പ്രത്യാശ നഷ്ടപ്പെട്ട ജനത. അവൻ അതുകൊണ്ട് ആദ്യം ചെയ്യാൻ പോകുന്ന സഭയിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തുക. സഭയിലെ പ്രത്യാശ നഷ്ടപ്പെട്ടാലുള്ള കാര്യം എന്താ? 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, സഭയിൽ പ്രത്യാശ നഷ്ടപ്പെട്ടാൽ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ഇല്ലാതാകും. രണ്ടാമൻ ചെയ്യുന്ന കാര്യം, സഭയിൽ നന്മയില്ല, സ്നേഹമില്ല എന്ന് സഭയുടെ ചില വീഴ്ചകൾ എടുത്തു കാണിച്ചുകൊണ്ട് അവൻ പ്രചരിപ്പിക്കാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് അനേകർ വഴിതെറ്റാൻ തുടങ്ങും, പ്രത്യാശ നഷ്ടപ്പെടാൻ തുടങ്ങും. മൂന്നാമതായിട്ട്, ഈ സഭയിലേക്കാളും കൂടുതൽ നന്മ മറ്റു മതങ്ങൾക്കും മറ്റു പ്രസ്ഥാനങ്ങൾക്കും ഉള്ളേ, അതുകൊണ്ട് ഇവിടെയല്ല പ്രത്യാശ അർപ്പിക്കണ്ടേ, അവിടെയാണ് പ്രത്യാശ അർപ്പിക്കണ്ടേ എന്ന് പറഞ്ഞ് അനേകരെ അവൻ വഴിതെറ്റിക്കും. ഇത് അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകും മക്കളെ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു തരുന്ന ഈ ഇരുളിമയുടെ ഈ രണ്ടാമത്തെ കാര്യം, വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനും പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാനും ഓരോ ദൈവമക്കളും പരിശ്രമിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തെ ഇരുളിമയാണ്. ഇരുളിമയുടെ മൂന്നാമത്തെ തലമാണ് സ്നേഹം നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം സാത്താൻ ആദ്യമാതാപിതാക്കളെ കബളിപ്പിക്കുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം സ്നേഹമല്ല എന്നവൻ ആദ്യമാതാപിതാക്കളുടെ മുമ്പിൽ സ്ഥാപിക്കുക. അവനെ സ്ഥാപിക്കുന്ന രീതി, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അവൻ മാനിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ചെയ്യരുത് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത് ചെയ്യരുത്, അരുത് എന്ന് പറയാൻ അവൻ കാരണം, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അവൻ മാനിക്കുന്നില്ല, നിങ്ങളെ അവൻ സ്നേഹിക്കുന്നില്ല. സ്നേഹമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് അവനിലല്ല നിങ്ങൾ അടുത്തിരിക്കേണ്ടേ. അവനല്ല യഥാർത്ഥ സ്നേഹം, ഞാനാണ് യഥാർത്ഥ സ്നേഹം. സാത്താനിലേക്ക് പ്രേരിപ്പിക്കുക. ഞാനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നത്, ഞാനാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, ഞാനാണ് സ്നേഹയോഗ്യമായിട്ടുള്ളവൻ. പ്രിയപ്പെട്ടവരെ, ഇവന്റെ വാക്കിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ അറിയാതെ അവർ അവന്റെ സ്നേഹത്തിലേക്ക് പോയി. എന്തു പറ്റി? അവർ വീണുപോയി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. സ്നേഹമാ ഒരാത്മാവിനെ സംബന്ധിച്ച് ജീവനും പ്രകാശവും നൽകുന്നേ. അവസാന കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന കാര്യം, മനുഷ്യന്റെ ആത്മാവിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും സ്നേഹം അവൻ എടുത്തു മാറ്റും. അതോടുകൂടി ഈ ലോകം മുഴുവൻ ഒരു നിർജീവ അവസ്ഥ, ഒരു ഇരുളിമയുടെ അവസ്ഥയായിത്തീരും. അതിലൂടെ അനേകർ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരുന്ന കലാപങ്ങൾ,
വർദ്ധിച്ച് ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ, ശക്തമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച് കളയുന്ന, സ്നേഹം എടുത്തു മാറ്റുന്ന രീതിയിലുള്ള പ്രകടമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിന് ഇഷ്ടം പോലെ ലോകത്ത് നടക്കുന്നില്ലേ? ഇത് നടക്കുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കണേ? ഇതിലൂടെ അനേകരുടെ മനസ്സിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു, പ്രത്യാശ നഷ്ടപ്പെടുന്നു, സ്നേഹം നഷ്ടപ്പെടുന്നു, സ്നേഹം മരവിച്ചു പോകുന്നു, അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ വരുന്നു. അതിലൂടെ അത് നഷ്ടപ്പെട്ടു പോകുകയാണ്. അതിനായിട്ട് അവൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്നാണെന്നറിയണോ പ്രിയപ്പെട്ടവരെ? സഭയെ കുറിച്ച് വളരെ മോശമായിട്ട് അവൻ വ്യാഖ്യാനിച്ച് ലോകത്തോട് കൊടുക്കും. സഭ കൊള്ളില്ലാത്തതാ, സഭ ഒത്തിരി ചീത്ത കാര്യങ്ങളാ, ഇപ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഭയ്ക്കെതിരായിട്ട് ഇവൻ പ്രവർത്തിക്കും. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന കാര്യം എന്താ? അനേകര് സഭയെ സംശയിക്കാൻ തുടങ്ങും. രണ്ടാമതായിട്ട്, സ്നേഹം വറ്റിയിരിക്കുന്ന ഒരു മകന്റെ ജീവിതത്തിൽ സഭയിൽ നിന്നും ഒരു മുറിവ് കിട്ടിയാൽ അവർ സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും സഭയെ കുറ്റപ്പെടുത്തിയും സഭയുടെ അധികാര മേഖലയിലുണ്ടായിരുന്ന വീഴ്ചകളെ അവർ എടുത്തു പറയും. സഭയ്ക്കെതിരായിട്ട് അവർ കല്ലെറിയാനും തുടങ്ങും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടാൽ, സഹോദരങ്ങളിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടാൽ, സഭയിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം അവൻ വിശ്വാസം അല്ലെങ്കിൽ ഒരു തണുത്ത മരവിച്ചു പോയ മനുഷ്യനായി തീരും. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരാളുണ്ട്. കല്ലറയിൽ 3 ദിവസം ഈശോ കിടക്കുന്ന സമയത്ത് തൊട്ടടുത്ത് അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് വിശ്വാസം അല്പം പോലും ഇളകാതെ ഒരു വ്യക്തി അവിടെ നിന്നു. പ്രത്യാശ അല്പം പോലും ഇളകാതെ ഒരു വ്യക്തി അവിടെ നിന്നു. സ്നേഹം അല്പം പോലും കുറയ്ക്കാതെ ഒരു വ്യക്തി അവിടെ നിന്നു. അത് മറ്റാരുമല്ല, പരിശുദ്ധ അമ്മയാ. എന്ന് എന്താ പറയണെന്ന് ചോദിച്ചാൽ, അവസാന കാലഘട്ടത്തിൽ മക്കളെ ഈ 3 പ്രലോഭനങ്ങൾ, വിശ്വാസം നഷ്ടപ്പെടുന്ന, പ്രത്യാശ നഷ്ടപ്പെടുന്ന, സ്നേഹം നഷ്ടപ്പെടുന്ന കാര്യം സാത്താൻ കൊണ്ടുവന്ന് മനുഷ്യനെ മുഴുവനും തകർക്കാൻ നോക്കും. ഈ തകർക്കാനായിട്ട് നോക്കുമ്പോൾ നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് ഒരിക്കലും വിശ്വാസത്തിൽ ഇളക്കം വരാത്ത, പ്രത്യാശയിൽ ഇളക്കം വരാത്ത, സ്നേഹത്തിൽ കുറവില്ലാത്ത ആ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ മാത്രമാണ് മക്കളെ ഈ പ്രലോഭനത്തെ അതിജീവിച്ചുകൊണ്ട് സ്വർഗം സ്വന്തമാക്കാൻ നമുക്ക് പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിലാക്കി ജീവിച്ചോണം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ സഭയെ വിട്ട് കളഞ്ഞേക്കരുത്. എന്തും ഉണ്ടായിക്കോട്ടെ, സഭയ്ക്കെതിരെ എന്തും വന്നോട്ടെ, സഭയ്ക്ക് ഉള്ളിലും പുറത്തും എന്തൊക്കെ വന്നോട്ടെ, പക്ഷേ എൻ്റെ കർത്താവായി സഭ സ്ഥാപിച്ചേക്കണം. ഈ സഭയിൽ ജീവനുണ്ട്. ഈ സഭയ്ക്കെതിരായിട്ട് ഞാൻ പ്രവർത്തിക്കില്ല, സഭയെക്കുറിച്ച് ഞാൻ ഒന്നും പറയില്ല, സഭയിൽ നടക്കുന്ന കാര്യം ഇതൊക്കെ കർത്താവ് അറിഞ്ഞുകൊണ്ടാ. അതുകൊണ്ട് മക്കളെ, നമ്മൾ സഭയോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. സഭയ്ക്കെതിരെ പ്രവർത്തിച്ചാൽ വിശ്വാസം നഷ്ടപ്പെടും, പ്രത്യാശ നഷ്ടപ്പെടും, സ്നേഹം നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരിക്കലും സഭയെ വിട്ടുകളഞ്ഞേക്കരുത്. സഭയെ ചേർത്ത് പിടിക്കുക. ആ ചേർത്ത് പിടിക്കാൻ കൃപ കിട്ടുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്.